കുട്ടിയുടെ അമ്മയും ഇപ്പോൾ ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. കേൾക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ ഈ പുതുതായി കിട്ടുന്ന വിവരങ്ങൾ എന്താണ് രാഹുലുമായി ബന്ധപ്പെട്ട്? ഇപ്പോൾ അവിടെ പോലീസ് വന്ന് മൊഴിയൊക്കെ എടുക്കാനിരിക്കുകയാണല്ലോ. അവരോട് ചോദിച്ചോ ഈ രാഹുൽ എവിടെയാണ് എന്ന്, എന്തെങ്കിലും അറിവുണ്ടോ എന്ന്? ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ കുറച്ച് മുമ്പ് അറിഞ്ഞത് അവൻ ബാംഗ്ലൂർ വഴി സിംഗപ്പൂർക്ക് പോയെന്നാണ്. ഇപ്പോൾ വന്ന പോലീസുകാരോടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ വളരെ വീക്കുമാണ്, ടയേർഡുമാണ്. എനിക്കൊരു സർജറി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ശരിക്കും എനിക്ക് ബെഡ് റെസ്റ്റാണ്. പക്ഷേ എനിക്ക് ബെഡ് റെസ്റ്റ് ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചും പിടിച്ചും ഇന്ന് ഞാൻ വളരെ വീക്കായി. ഇപ്പം അവർ വരുമ്പോൾ ഞാൻ കിടക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ എൻ്റെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതിവേഗം വീണ്ടും പെൺകുട്ടിയുടെ അമ്മയിലേക്ക് വരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേൾക്കാം. അമ്മ പറഞ്ഞോളൂ. അപ്പോൾ എനിക്ക് അവരുടെ അച്ഛനുണ്ട്, ഇളയച്ചന്മാരുണ്ട്, അവരൊക്കെ ഉണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അവർ ചോദിച്ചോ ഇല്ലയോ എന്ന്. ഞാനിപ്പോൾ ഇവിടെ കിടക്കുകയായിരുന്നു. ഞാൻ വെച്ചാൽ വളരെ വീക്കാണ്. അതുകൊണ്ടിട്ട് ഞാൻ അവിടെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അവിടെ ചെന്ന് നിൽക്കുക ഒന്നും ചെയ്തില്ല. ഇപ്പോ ഈ രാഹുല് ബാംഗ്ലൂർ വഴി സിംഗപ്പൂര് കടന്നു എന്നാണ് പറയുന്നത്. പോലീസ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇതുവരെ നിങ്ങൾക്ക് കൈമാറിയിട്ടില്ലല്ലോ? ഇല്ല, കൈമാറിയിട്ടില്ല. പക്ഷെ രാഹുൽ മുങ്ങിയെന്ന് തന്നെ നിങ്ങൾ സംശയിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും സംശയിക്കുന്നുണ്ട് ഞങ്ങള്. അങ്ങനെയെങ്കിൽ അതിന് വഴിവെച്ചത് ആരാണ്? അത് വഴിവെച്ചത് ഇത്രയും മീഡിയ വഴി ലോകം മുഴുവൻ അറിഞ്ഞ ഒരു കാര്യം ഉണ്ടായിട്ടും അവന് ബാംഗ്ലൂർ വഴി സിംഗപ്പൂർക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ അത് പന്തീരങ്കാവ് പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ്. അവിടുത്തെ ആ CIയെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. സഹായിച്ചെന്ന് വെച്ചാല് ആ CIയെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് നല്ല കാര്യമായി തോന്നുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. പക്ഷേ സസ്പെൻഡ് ചെയ്തു. പക്ഷെ അതൊന്നും ഇങ്ങനത്തെ കുറ്റകൃത്യം ചെയ്തവർക്കുള്ള ശിക്ഷയല്ല. എന്ന് വെച്ചാൽ നാളെ സസ്പെൻഷൻ കഴിഞ്ഞു, ഇപ്പം അവർക്ക് വീട്ടിലിരുന്ന് സുഖിക്കാം. നാളെ സസ്പെൻഷൻ കഴിഞ്ഞു, അവർ വീണ്ടും വരും. അപ്പോൾ ഇതുപോലെ ഒരു എരനെ അവർ വീണ്ടും കിട്ടും അവർക്ക്. അപ്പോൾ അതിനോട് കാണിക്കുന്നത് ഇതുപോലത്തെ അനീതിയായിരിക്കും. അപ്പോൾ സസ്പെൻഷൻ കൊണ്ട് കാര്യം ശരി എന്ന് വെച്ചാൽ അയാൾ ആ സാറ് തെറ്റുകാരനാണെന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് വന്നിട്ടുണ്ടല്ലോ, അതൊരു സമാധാനം. പക്ഷേ ഈ ശിക്ഷ പോരാ എന്ന് വെച്ചാൽ പോലീസുകാരൊന്നും നന്നാകില്ല. ഞങ്ങൾക്ക് അത്രയ്ക്ക് മോശമായ ഒരു അനുഭവം എനിക്കും എൻ്റെ മകൾക്കും ഞങ്ങൾ അവിടെ ചെന്ന് 26 പേർക്കും 1:30 മണി മുടങ്ങി 7 മണി വരെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, കൊച്ചു കുട്ടികൾ സഹിതം. അതുപോയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, കസേരയിട്ട് കൊടുത്തിട്ടുണ്ട്, അവൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്. എൻ്റെ മകളെ 3 പേര് പിടിച്ച് കണ്ണ് തുറക്കാൻ പാടില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ ചെന്നിട്ട് ഒരു കസേര ഇട്ട് കൊടുത്ത് അവിടെ ഇരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല. ഞങ്ങൾ അവിടെ അത്രയോ മണിക്കൂർ നിർത്തി. ഞങ്ങൾ ഓരോരുത്തരും ചെന്ന് അവളുടെ അച്ഛനും മറ്റുള്ള ബന്ധുക്കളും ചെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് മൊഴിയെടുക്കാത്തതെന്ന് ചോദിച്ചിട്ട് നമ്മളെ പരിഹസിക്കുക. അവർ ഈ രാഹുല് സരിൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ തോളിൽ കൈയിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു അവിടെ എന്നാണോ പറയുന്നത്? ഈ സരിൻ്റെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വേറൊരു പോലീസുകാരൻ്റെ തോളത്താണ് കൈയിട്ട് നടന്നിരുന്നതായിട്ടാണ് കണ്ടത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ സരിൻ എന്ന ആളവിടെ ഉണ്ടായിരുന്നില്ല. ഒരു 3-4 മണിക്കൂർ വൈകിയാണ് വന്നത്. വേറെ പോലീസുകാരുണ്ടായിരുന്നു. അതാരൊക്കെയാണെന്ന് ശ്രദ്ധിക്കാൻ ഏതാളാണ് നമ്മൾക്ക് മുഖമൊന്നും ഓർമ്മയില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇവനെ കണ്ടോടുകൂടി തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് നീതി കിട്ടില്ലെന്ന്. അപ്പം എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, അങ്ങനെ ഒന്നും പറയലേന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി നീതി കിട്ടില്ല എന്ന് വെച്ചാൽ അതുകൊണ്ടാണല്ലോ ഒരു പ്രതിക്ക് പോലീസുകാരുടെ മുമ്പിൽ കസേരയിട്ട് കൊടുത്ത് അവിടെ ഇരുത്തി അവനോട് സല്ലപിക്കുന്നത്. അല്ലെങ്കിൽ പ്രതിനോട് അങ്ങനെ ഏതെങ്കിലും ഒരു പോലീസുകാർ പെരുമാറുമോ? അപ്പൊ ഈ സരിൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു രീതി? സരിന്റെ രീതിയും ഇങ്ങനെ തന്നെയായിരുന്നോ? രാഹുലിനോട് വളരെ സ്നേഹത്തോടെയാണോ പെരുമാറിയത്? ഇങ്ങനെ തന്നെയായിരുന്നു.
ഇങ്ങനെ ആ സ്നേഹത്തോടു കൂടിയായിരുന്നു. എങ്ങനെയായാലും പിന്നെ എന്നോട് ഈ വിളിച്ചിട്ട് ചോദിച്ചു, രണ്ടുപേരും ഉണ്ടായി, എൻ്റെ മോളും ഉണ്ടായി ഇവനും ഉണ്ടായി. എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളുടെ തീരുമാനം എന്താണ് പറഞ്ഞു. എൻ്റെ മകളെ ഇതുപോലെ ചെയ്യാമെങ്കിൽ ഒരു ദിവസം കൂടി ഇവന്റെ കൂടെ താമസിപ്പിച്ചാൽ അവൻ ഞങ്ങൾക്ക് കാണേണ്ടി വരുന്നത് പുതപ്പിച്ച് കിടക്കുന്ന ശരീരമായിരിക്കും. അതുകൊണ്ടിട്ട് ഇവന്റെ കൂടെ ഞങ്ങൾ ഇനി വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാറ് പറഞ്ഞ എന്താണെന്നാ, ഇതൊക്കെ പതിവല്ലേ, ഒരു പിന്നെ പ്രാവശ്യം അങ്ങനെ ഇടിച്ചു എന്നും പറഞ്ഞ എന്തോരം അത് കഴിഞ്ഞിട്ട് എത്ര പേര് നന്നായി ജീവിക്കുന്നു. അതുകൊണ്ട് അവരെ അങ്ങോട്ട് വിടുന്നതല്ലേ നല്ലത്. പിന്നെ അതിനൊരു ഉദാഹരണം കൂടി എന്നോട് പറഞ്ഞു. പിന്നെ ഈ അടുത്തെങ്ങോ, ഞാനിപ്പോൾ ഈ സർജറി കഴിഞ്ഞിട്ട് പത്രമൊന്നും വായിക്കാറില്ലേ, അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഈ എന്നോട് പറഞ്ഞു, ഇതേ ഒരു ഉദാഹരണം പറയാം ഞാൻ. ഈ അടുത്ത് കല്യാണത്തിന് വന്ന വരൻ ഒരുപാട് മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കി ഈ കല്യാണം മുടങ്ങിപ്പോയി. അതിനുശേഷം അവർ പരസ്പര ധാരണയിലെത്തി കല്യാണം നടത്തിയെന്ന്. അപ്പം അതുപോലെ ആയിക്കൂടെ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ സാറേ, ഇങ്ങനെ എൻ്റെ മകളെ ഞാനൊരു ഉത്തരവിസ്മയെ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മകളെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞത് എന്താണെന്നറിയാമോ, അതൊക്കെ മാധ്യമക്കാർ പടച്ചുണ്ടാക്കുന്നതാണ്, അന്വേഷിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യം അറിയുന്നു. അന്നേരം ഞാൻ മറുപടി ഒന്നും ഈ സാറിനോട് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഒന്ന് ആലോചിക്കുക, ഇത്രയും നമ്മൾ ഈ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് കല്യാണം കഴിച്ചു കൊടുത്തു. 7-ാം ദിവസം നമ്മളവിടെ അടുക്കള കാണൽ ചടങ്ങിന് ചെന്നത് കാരണം മാത്രം സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ ഒരു അമ്മയുടെ വേദന, അതെങ്ങനെ നമ്മളൊരു ഈർക്കിൽക്കൊടി പോലും എടുത്ത് അടിച്ചിട്ടില്ല, അതിനുള്ള അവസരം അവർ തന്നിട്ടില്ല. അതിനെ 1 മണിക്കൂർ ആ ബെഡ്റൂമിലിട്ട് ചവിട്ടി കൂട്ടി ക്രൂരമായി മർദ്ദിച്ചിട്ട് അത് കേട്ടിട്ട് പോലും ചെല്ലാത്ത അവിടുത്തെ അമ്മയും പെങ്ങളും അവൻ്റെ ഒരു കൂട്ടുകാരൻ അതും കൂടി പറഞ്ഞു. ഈ കൂട്ടുകാരനെ വിളിച്ച് ഇവൻ്റെ ബെഡ്റൂമിൻ്റെ പക്കിൽ കിടത്തുന്നത് എന്തിനാ? അടുത്ത ബെഡ്റൂമിൽ ഇവൻ കിടത്തിയേക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് തടിക്ക് എൻ്റെ മോളുടെ ബോധം പോയപ്പോൾ അവനെയും കൂടി വിളിച്ചാണ് ഇവ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും എന്ത് പറ്റിയെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു, അവൾ സ്റ്റെയർ ഓടി അങ്ങനെ വീണതാണെന്ന് പറഞ്ഞു. പക്ഷേ പോലീസുകാർക്ക് അവിടുത്തെ ഡോക്ടർക്ക് മനസ്സിലായി അതല്ല കാര്യമെന്ന്. അങ്ങനെ അവളോട് ചോദിച്ചു, എൻ്റെ മോളോട് ചോദിച്ചു എന്താണ് സത്യം ഇതാണ്. പക്ഷെ അതിനുശേഷം അവൻ കാല് പിടിച്ച് പറഞ്ഞെന്നാ പറഞ്ഞ, ഇങ്ങനെ പറ്റിപ്പോയി, ഇനി ഒരിക്കലും ഉണ്ടാകൂലടാ, നിന്നെ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലടാ, നീ അതുകൊണ്ട് അങ്ങനെ പോലീസുകാരോട് പറയരുത്. എൻ്റെ മോള് 7 ദിവസം കൊണ്ട് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് അവൾ നുണ പറഞ്ഞല്ല, സത്യം ഡോക്ടറോട് പറഞ്ഞു. പക്ഷെ പറഞ്ഞ് കേസ് എടുക്കണ്ടെന്ന്. പക്ഷേ ഞങ്ങൾ ആ സംഭവം കഴിഞ്ഞ് അവൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ 12 മണിക്ക് ചെല്ലുമ്പോഴും എൻ്റെ മകളെ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് എത്രമാത്രം ക്രൂരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്ക്. അതിൻ്റെ എല്ലാ ലക്ഷണം. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫറൂഖ് താലൂക്ക് ആസ്പത്രിയിൽ കൊണ്ടേ ചെല്ലുമ്പോൾ ആ ഡോക്ടർ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ മോൾ ഏത് അവസ്ഥയിലായിരുന്നെന്ന്. അല്ലാണ്ട് ഈ രാഹുലിൻ്റെ വീട്ടുകാരോ മറ്റുള്ളവർ പറഞ്ഞവരല്ല, അതിനെല്ലാ തെളിവുകളുണ്ട്. അതിൽ കൂടുതൽ തെളിവ് നമ്മൾ പറൂരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അന്ന് കാണാത്ത തെളിവ് കയ്യുമലൊക്കെ ചോര ചത്ത പാട് ഒരടിയടിച്ചുള്ളൊന്ന്. നീതി വേണ്ടേ നമ്മൾക്ക്? ഇത്ര പച്ചക്കള്ളം മകനെ രക്ഷിക്കുക. മകൻ എന്ന് വെച്ചാൽ മകനേക്കാൾ ക്രൂരമാണ് ആ തള്ളയാണ് ആ മകൻ്റെ ജീവിതം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി ഇങ്ങനെ ആക്കിയെടുത്തത്. അവർ അന്ന് ഈ സംഭവം നടക്കുന്നെന്ന് കാലത്ത് മോനെ വിളിച്ചു മുറിയിൽ കയറ്റിയിരുത്തി മണിക്കൂറുകളോളം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് രാഹുലിൻ്റെ നിറം മാറിയത്. അത് കഴിഞ്ഞ് ഇവർ ഫംഗ്ഷന് പോയപ്പോൾ അവിടെ നിന്ന് അവൻ കഴിച്ചു. അത് കഴിഞ്ഞ് അവൻ ബീച്ചിൽ വിളിച്ചുകൊണ്ട് പോയവളാ. പക്ഷേ അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്നറിയാമോ, മദ്യം കഴിച്ച ഇങ്ങനെ ഒരാൾ വണ്ടി ഓടിക്കോ എന്ന് വെച്ചാൽ അവനും അത്രക്കും ഒരു ശക്തിമാനാണ്. ബീച്ചിൽ ചെന്നപ്പോൾ തുടങ്ങി അമ്മ ഇങ്ങനെയല്ലേ മറ്റതല്ലേ മറിച്ചതല്ലേ എന്നും പറഞ്ഞ് തുടങ്ങി. ഇവിടെ വന്ന് ഇവൻ ഇടി തുടങ്ങി കഴിഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? അതും കൂടി പറയാം. ഇവർ പറയുന്നുണ്ടല്ലോ, പിന്നെ ഈ ഫോൺ വന്നെന്ന്, ഒരു ഫോൺ എടുക്കാനുള്ളതോ അവളുടെ മാനേജർ വിളിച്ചിട്ട് അവൻ അത് ബ്ലോക്ക് ചെയ്ത്, അവളുടെ സഹോദരങ്ങളെ ബ്ലോക്ക് ചെയ്ത്, അവളിപ്പോൾ ജോലി ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സിനെ മുഴുവനും ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് അവൻ ആ കമത്തി കടത്തി
മുതുകിനി നടുവിന് ഇടിച്ചിട്ട് ആ സമയത്ത് അവൻ അവളുടെ ഫോണിൽ നിന്ന് ഈ പയ്യനെ വിളിപ്പിക്കുകയാണ്, നീ വിളിക്കടി എന്നും പറഞ്ഞുകൊണ്ട്. ഒരവസ്ഥ ഒന്ന് നോക്കി എൻ്റെ മകളുടെ, ഇത്രയും ക്രൂരമായിട്ട്. അതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. ഇപ്പം ഇനി ആ മകളെ ഞങ്ങൾക്ക് എങ്ങനെ തിരിച്ചെടുക്കണം, അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ ഈ അമ്മ എന്ന നിലയിൽ ഞാൻ നിലനിൽക്കുന്നത്. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സത്യം ജയിക്കണം. നിങ്ങൾ വന്നപ്പോ മകൾ എന്താ പറഞ്ഞത്? കുളിമുറിയിൽ വീണെന്നോ മറ്റോ ആണോ പറഞ്ഞത്? അതെ അതെ അതെ, ആദ്യം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മകളെ മനസ്സിലായില്ല, ഒട്ടും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വീണ്ടും നോക്കിയാണ് എൻ്റെ മകളെ ഇറങ്ങി വരാത്തത് എന്തുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇവളിങ്ങനെ ചുമരും ചാരി നിൽക്കണപ്പോൾ അയ്യോ ഇത് എൻ്റെ മകൾ തന്നെയല്ല. അപ്പം ചെന്നപ്പോൾ എന്താണ്, ആകെ വീർത്ത് കെട്ടിയ മുഖം, ഒരു ചത്ത ശവം, ജീവനുള്ളതല്ല, ജീവനുണ്ട് അത്ര മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ ചോദിച്ചു, മോനെ എന്ത് പറ്റി? അമ്മ ബാത്റൂമിൽ വീണതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാത്റൂമിൽ വീണ, എങ്ങനെയാണ് ബാത്റൂമിൽ വീണത്? അപ്പോഴും ഇവള് പറയുന്നത് ബാത്റൂമിൽ വീണു. പക്ഷേ ഞാനപ്പോൾ ചിന്തിച്ചത്, എത്ര ബാത്റൂമിൽ വീണാലും നമ്മൾ ഇത്രയും വീട്ടുകാർ, അവളുടെ സ്വന്തം ആങ്ങളമാരും ഇളയച്ചന്മാരും എല്ലാവരും ചെല്ലുമ്പോൾ അവൾക്ക് 26 പേരാണ് ഞങ്ങൾ ചെന്നേക്കുന്നത്, അവൾക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? പക്ഷെ അതില്ലല്ലോ, അവൾ ചത്തിരിക്കുന്നു, അവൾക്ക് സംസാരിക്കാൻ കഴിയണില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ മോളെ വിളിച്ചൊരു കസേരമിൽ ഇരുത്തിയിട്ട് ഞാൻ ഇവളുടെ മുഖം ഒന്ന് അങ്ങോട്ട് ശരിക്കും പരിശോധിച്ചപ്പോഴാണ് വലിയ ഒരു മുഴയാണ് ഈ നെറ്റത്ത്. അപ്പോൾ ആ മുഴ കണ്ടപ്പോൾ എനിക്ക് തോന്നി, എടാ ഇത് ബാത്റൂമിൽ വീണതല്ലല്ല, ഒരു ചതഞ്ഞിരിക്കണം, എന്തോ ഒരു ഇടി കിട്ടിയതിൻ്റെയാണ് എനിക്കതിന് തോന്നി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താണ്, അപ്പോഴും മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നോക്കിയപ്പോൾ എന്താണ്, ഈ മൂക്കൂത്തിയിൽ നിന്ന് ചോര വരണം, പിന്നെ ആ മുഖത്തൊക്കെ നഖത്തിൻ്റെ പാട്, പിന്നെ ഈ 2 ചുണ്ടും ഇങ്ങനെ മലർന്ന് വീർത്ത് പൊട്ടിയിരിക്കുന്നു. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെന്തോ ഉപദ്രവിച്ചേക്കണത് തന്നെയാണ്. പക്ഷെ അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇവൻ്റെ അമ്മയാണെന്നാണ്. അവൻ്റെ അമ്മ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. പക്ഷേ രാഹുലാണെന്ന് പറഞ്ഞോടുകൂടിയില്ല, ഞാൻ തളർന്നുപോയി. അങ്ങനെയാണ് ഞാൻ എൻ്റെ മോളെ അവിടെ പിടിച്ചിരുത്തി, അതിക്ക് മുമ്പാണ് ഞാൻ പറയാം, മോളെ പിടിച്ചിരുത്തി ചോദിച്ചിട്ട് അപ്പോഴും അവൾ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ രാഹുൽ പറഞ്ഞ് കാല് പിടിച്ച് അവളുടെ പറഞ്ഞെന്നാ പറയണത്, ഇല്ലടാ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, വീട്ടുകാർ വരുമ്പോൾ ഇങ്ങനെ പറയണം, അങ്ങനെ പറ്റിപ്പോയി, നിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് അത്ര വിഷമമുണ്ട്, പറ്റിപ്പോയടാന്ന് അവൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞ് അവൾ അതിൽ വീണ് അവൾ ഇതുപോലെ തന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ മോള് പറയുന്നത് പച്ചക്കള്ളോണും അമ്മനോട്, ഇത്രയും നാൾ ഞാൻ വളർത്താമെങ്കിൽ നിന്റെ ഓരോ ചള്ളം എനിക്ക് അറിയാൻ പറ്റും, അതുകൊണ്ടിട്ട് സത്യം പറഞ്ഞോളാം. ഞാൻ ചോദിച്ചു, മോൾക്ക് ഒരു ഉത്തര വിസ്മയാകേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ, മോൾക്കൊരു ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് മോൾ ആർക്ക് വേണ്ടിയാണ് ഈ ജീവിതം ഇങ്ങനെ ആക്കാൻ പോണത്? പറയും, സത്യം പറയാണ്ട് അമ്മ പോകില്ലെന്ന്. അതോടുകൂടി ഞങ്ങൾ ചെന്നവരിൽ കൂട്ടുന്ന ഒരു കരച്ചിലായി. എന്താന്ന് വെച്ചാൽ അവരവരുടെ മകളെ, ഞാൻ പ്രസവിച്ചതാണെങ്കിലും മറ്റുള്ളവരെങ്ങനെയാണ് ആ കുട്ടീനെ കണ്ടിരുന്നത് അതുപോലെ. പിന്നെ അന്നേരത്ത് ചെയ്യേണ്ടിരുന്നത് അവൻ്റെ അമ്മനെയൊക്കെ വെട്ടിക്കൊന്ന് അവിടെ ഇട്ടിട്ട് പോരാനില്ല. നമ്മൾ ഓർത്തത് എന്താണെന്ന് അറിയാമോ, നിയമത്തിൻ്റെ വഴി പോകണം. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഞങ്ങളിവിടെ നാട്ടിൽ വന്നിട്ട് എല്ലാവരും ചോദിക്കണത്, അവൻ്റെ കൈയും കാലും തല്ലിയൊടിച്ചെങ്കിൽ നിങ്ങൾക്ക് പോരായിരുന്നില്ലേ അവൻ്റെ അമ്മയുടെ എന്നാണ്. പക്ഷെ അത് ഞങ്ങൾ ചെയ്യാഞ്ഞത് തെറ്റായിപ്പോയെന്ന് ചിലപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് തോന്നാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ഇങ്ങനെയുള്ളവരെ. ഇപ്പൊ രാഹുലിന്റെ അമ്മ പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല എന്നാണ്. അത് പച്ചക്കള്ളം. ആദ്യം ഇവര് പറഞ്ഞു അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് അയ്യോ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞെന്നാ വീണ ആയിരിക്കും, അതങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് തരും, ചിലപ്പോൾ കുളിമുറിയിൽ വീണായിരിക്കും, ഇവർക്ക് എല്ലാവർക്കും ഇതറിയാം. മകള് ഈ 12-ാം തീയതിയിലെ സംഭവത്തിന് മുമ്പ് രാഹുല് ഉപദ്രവിച്ചതായി പിന്നീട് പറഞ്ഞോ നിങ്ങളോട്? അതോ ഇതൊരൊറ്റ സംഭവമാണോ? ഇല്ല, ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഈ പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം ഈ അമ്മ മകനെ വിളിച്ച് മുറിയിൽ 1 മണിക്കൂർ ഇരുത്തി സംസാരിപ്പിച്ചതിന് ശേഷമാണോ ഇതെല്ലാം സംഭവിക്കുന്നത്? ശേഷമാണ്. അതെ അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്ന് വെച്ചാല് ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവന്റെ ജീവിതം ഈ രീതിയിലാക്കിയിരിക്കുന്നത് അവന്റെ അമ്മയാണെന്ന്. ഒരു പെണ്ണിനെ കണ്ടാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാലില്ലേ, അവർക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മകൻ അവരോടുള്ള സ്നേഹം കുറയുമല്ലോ, അതവർക്ക് സഹിക്കില്ല. ഇപ്പൊ തന്നെ മോളോട് സംസാരിക്കണത് ഇഷ്ടമല്ല, മിണ്ടണത് ഇഷ്ടമല്ല, ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കണത് ഇഷ്ടമല്ല, ഒന്നുമില്ല.
പക്ഷെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ അപ്പം പറയും നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന്. പിന്നെ അവൾ താഴ്ത്തിറങ്ങി വരാത്തതേ, അവൻ പറയും നീ അവിടെ ചെന്ന് പണിയൊന്നും എടുക്കണ്ട, അവിടെ കിടന്ന് അമ്മ എടുക്കട്ടെ, താഴ്ത്തോട്ട് പോകണ്ടെന്ന്. അവൻ താഴ്ത്തോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരടി താഴ്ത്തോട്ട് വെക്കാൻ പറ്റില്ല. അതാണ് അവന്റെ സ്വഭാവം. ഇപ്പൊ രാഹുലിന്റെ അമ്മ പറയുന്നത് അവരെ സഹായിക്കാനോ ഇടപഴകാനോ വരാറില്ല മകളെന്നാണ്. അത് രാഹുൽ പറഞ്ഞിട്ട് തന്നെയാണെന്നാണോ? അത് പച്ചക്കള്ളം. ഈ 7 ദിവസത്തിനുള്ളിൽ എത്ര ദിവസം അവർ ആ മകൾ വന്നിട്ടുണ്ട്? അവർക്ക് ഒരു മാസം ക്ഷമിക്കാമായിരുന്നില്ലേ? ഒരു കാല് എടുത്ത് വെക്കണ പെൺകുട്ടി അവിടെ അടുക്കളയിൽ ജോലി ചെയ്യാൻ മാത്രമാണോ ചെയ്യുന്നത്? ഒരു ഇതവർക്ക് കൊടുക്കായിരുന്നില്ലേ? ഇങ്ങനെ കുറ്റം പറയാം. അതെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ 9-ാം തീയതി 5-ാം തീയതി അവിടുത്തെ കല്യാണം കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ 9-ാം തീയതി ഞങ്ങളുടെ നാട്ടിൽ ഫംഗ്ഷൻ വെക്കുമ്പോൾ ഈ അമ്മയും രാഹുലിന്റെ അമ്മയും പെങ്ങളും വന്നിട്ട് ആദ്യം എന്നോട് പറയുന്നത് എൻ്റെ മകളുടെ കുറ്റം. പണിയെടുക്കുന്നില്ല, പെര തുടച്ചിടുന്നില്ല, അടിക്കുന്നില്ല എന്നൊക്കെ. അപ്പം ഞാൻ എന്ത് പറഞ്ഞെന്നറിയാമോ? അതെന്ന് പറഞ്ഞാൽ ഈ പഠിച്ചു നടന്നിരുന്ന കുട്ടി ജോലിക്ക് പോകും, പിന്നെ ജോലി. അപ്പം നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും മക്കൾക്ക് സ്വന്തം അമ്മമാർക്കല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മക്കളുടെ കാര്യം നോക്കിക്കോ. അവരുടെ കാര്യമാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഡ്രസ്സാണെങ്കിലും അത് കഴുകി കൊടുക്കും. അവർക്ക് എന്ത് സഹായവും നമ്മൾ ചെയ്യാം. 2 കാര്യങ്ങളൂടെ വേഗം ചോദിച്ചോട്ടെ. എനിക്കറിയാം അമ്മയ്ക്ക് ഇപ്പോൾ മൊഴി കൊടുക്കാനായിട്ട് പോകേണ്ടി വരുമെന്ന്. 2 കാര്യങ്ങളൂടെ വേഗം ചോദിച്ചോട്ടെ. ഒന്ന്, ഈ രാഹുൽ കോട്ടയത്ത് മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തു എന്ന കാര്യമൊന്നും നിങ്ങൾക്കറിയില്ലായിരുന്നു എന്നാണോ? അറിയില്ല. ഞങ്ങൾക്ക് ഒട്ടും അറിഞ്ഞൂടെ. ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്ത് രജിസ്റ്റർ ഇത് നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അത് ഇവർ ഡവറി ചോദിച്ചത് കൊണ്ടാണ് അത് ഒഴിഞ്ഞു പോയത്. ഇവനോട് ഞാൻ ഈ കല്യാണം ഉറപ്പിക്കണേ മുമ്പ് കുറെ സംസാരിച്ചു. ഞാൻ പറഞ്ഞിരുന്നു നീ ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണല്ലോ, അതൊക്കെ വിട്ടോ. അപ്പൊ പറഞ്ഞു അതെല്ലാം സോൾവ് ആയമ്മേ. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ മോളെ കുഴൽക്കിണറിലോട്ട് നീ തള്ളിയിടരുത്. അപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നോ അമ്മയ്ക്ക് രാഹുലിനെ പറ്റി? നമ്മളാരും രാഹുലിനെ പറ്റി അപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു? കേട്ടില്ല. അപ്പൊ സംശയമൊന്നും തോന്നിയില്ല. പക്ഷെ പിന്നീട് എനിക്ക് ഇവൻ മോളിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ 2 ദിവസം നിന്നെങ്കിൽ ഇവൻ മുകളിൽ നിന്ന് ഇറങ്ങി വരില്ല. അപ്പോഴും വീട്ടിൽ വെച്ചാണെങ്കിലും എൻ്റെ മകളെ വിളിച്ചാലേ എനിക്ക് എടുക്കാൻ പറ്റില്ല. ആരെങ്കിലും ഇവിടെ കാണാൻ വരുമ്പോൾ എനിക്ക് മകളെ ഫോൺ ചെയ്ത് വിളിക്കേണ്ടി വരും. ചിലപ്പോൾ ഫോൺ എടുക്കുകയില്ല. അപ്പോഴും ഫോൺ ഇവൻ്റെ കസ്റ്റഡിയിൽ. പിന്നെയെന്ന് വെച്ചാൽ 10-ാം തീയതി 9-ാം തീയതി കല്യാണം കഴിഞ്ഞ് 10-ാം തീയതി രാത്രി ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു 10:30 മണിക്ക് പോകുമ്പോഴേ ഇവളുടെ ബാഗും ഇവളുടെ സാധനങ്ങൾ വെക്കണതൊക്കെ കൊണ്ടു. പക്ഷേ ഫോൺ ഇവൻ്റെ കയ്യിൽ. അപ്പം എനിക്കൊരു സംശയം തോന്നി, ഇവൻ എന്തിനാ അവളുടെ ഫോൺ മേടിച്ച് അവൻ്റെ കസ്റ്റഡിയിൽ വെച്ചേക്കുന്നത്? അതിൻ്റെ കാര്യമില്ലല്ലോ, അവൾക്ക് ബാഗുണ്ട്. പക്ഷെ അപ്പം തന്നെ എൻ്റെ മനസ്സിലൊരു എന്തോ ഒരു ഇതെന്താണ് ഇത് എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു. കോഴിക്കോട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കോഴിക്കോട് ഡോക്ടറുടെ വാക്ക് അവഗണിച്ച് പോയത് എൻ്റെ മനസ്സിലിരുന്ന് എന്തോ പറഞ്ഞു, എനിക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന്. പക്ഷേ ഞാൻ അന്ന് ചെന്നില്ലെന്നെങ്കിൽ ഇന്ന് എൻ്റെ ഒരു വലിയൊരു വാർത്ത വന്നേന്, എൻ്റെ മകള് കൊന്നെന്നോ മരിച്ചെന്നോ. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിലും അവർക്ക് ചിലപ്പോൾ ഇതുപോലെ പ്രതികരിക്കാൻ കഴിയില്ല. ഞാൻ എന്ന് വെച്ചാൽ അമ്മയാണ്, എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയും. അവരുടെ പറഞ്ഞില്ലെങ്കിൽ എന്താവും. ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ ചോദിക്കുന്നതിൽ ഞാൻ അറിഞ്ഞ കാര്യത്തിൽ പിശകാണെങ്കിൽ അമ്മയ്ക്ക് എന്നെ തിരുത്താം. നിങ്ങൾ ഈ രാഹുലുമായി ബന്ധപ്പെട്ട കല്യാണാലോചനകളൊക്കെ നടക്കുമ്പോൾ അച്ഛൻ മാത്രമാണോ, കുട്ടിയുടെ അച്ഛൻ മാത്രമാണോ, മകളുടെ അച്ഛൻ മാത്രമാണോ രാഹുലിന്റെ വീട്ടിൽ പോവുകയും അവരെ കാണുകയും ഒക്കെ ചെയ്തത്? നിങ്ങളാരും പോയിട്ടുണ്ടായിരുന്നില്ലേ? അതുകൊണ്ടാണോ പിന്നീട് ഈ വീട് കാണൽ ചടങ്ങിൽ 26ഓളം പേരൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്? അത് അന്ന് പോയതെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ്, പിന്നെ ഇവളുടെ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മകൻ, പിന്നെ എൻ്റെ ആങ്ങളുടെ മകൻ, അങ്ങനെ പിന്നെ ഒരു വെല്ലിച്ചൻ എന്ന് വെച്ചാൽ അവളുടെ വെല്ലിച്ചൻ, അങ്ങനെ ഒരു 8 പേരോ 7 പേരാ പോയതെന്ന് വെച്ചാൽ കോഴിക്കോട് വരെ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് ഞാൻ എന്ന് വെച്ചാൽ ശരിക്കും കിടപ്പിലാണ്. ആ സമയത്ത് ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് പെണ്ണുങ്ങളെയും കൂടി കൊണ്ടുപോയി. അത് സാധിച്ചില്ല. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് ആർക്കും പിന്നെ കോഴിക്കോട് പോകാനുള്ള സമയം കിട്ടിയില്ലല്ലോ. എന്ന് വെച്ചാൽ 5-ാം തീയതി വിവാഹം, 20 ദിവസമാണ് ഞങ്ങൾക്ക് കിട്ടിയതാകാൻ. അപ്പം അതുകൊണ്ടാണ് വീട് ആരും കാണാത്തത് കൊണ്ടാണ് അന്ന് ഞങ്ങളുടെ അവർക്ക് കാണണ്ടേ അവർ വീട്, അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് അങ്ങനെ തെരഞ്ഞെടുത്തത്. ശരി, ഈ രാഹുലിനെ പറ്റി മതിയായ ഒരു അന്വേഷണം നടത്തിയില്ല.
അങ്ങനെ ഒരു വീഴ്ച നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഒരു തോന്നൽ ഇപ്പോഴുണ്ടോ? അത് ശരിക്കും എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ ആ തൊട്ട് അയൽവാസികളോട് ചോദിക്കണമായിരുന്നു. എന്നുവെച്ചാൽ അവരെ അന്ന് ആ പ്രശ്നം അവിടെ ഞാൻ ഒരു സംശയം കൂടെ അമ്മയോട് ചോദിച്ചോട്ടെ. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി, ജോലിയുള്ള കുട്ടി, ഇനിയും കൂടുതൽ ജോലി കിട്ടാൻ അർഹതയുള്ള കുട്ടി, അങ്ങനെ വരുമ്പോൾ ഈ തിരക്കിട്ട് കല്യാണം എന്തിന്? ഈ അയൽവക്കത്ത് അന്വേഷിക്കുക ഒന്നും ചെയ്യാതെ മാട്രിമോണിയലിലുള്ളൊരു പരിചയം, അതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ കല്യാണം, അങ്ങനെ എന്തുകൊണ്ടാണ് ഒരു തീരുമാനം? ഒരു വർഷം മുമ്പ് ഇത് വന്ന് കണ്ടുപോയ കാര്യമോ? ഒരു വർഷം മുമ്പ് മാട്രിമോണി വഴി വന്ന് ഇവന്റെ അമ്മ, ഇവന്റെ ഫ്രണ്ട്സൊക്കെ വന്ന് കണ്ടുപോയി. പക്ഷെ നമ്മൾ ഈ കണ്ടു വരുമ്പോഴില്ലേ, നമ്മളാരും ഇഷ്ടപ്പെടുന്ന ഒരു പെരുമാറ്റമാണ് എന്ത് ഇവനിൽ നിന്നുണ്ടായത്. പക്ഷെ അമ്മ അല്ല, ഈ കോട്ടയം സംഭവം രാഹുൽ പറയുന്നുണ്ടല്ലോ, അത് രാഹുൽ പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിച്ചത് എന്തിനായിരുന്നു? അവൻ എന്തോ ഈ കോട്ടയത്തൊരു എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന കാര്യം രാഹുൽ തന്നെ പറയുകയുണ്ടായല്ലോ. അതേപ്പറ്റി ഈ പറയുന്ന അച്ഛൻ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ, ഈ കുട്ടിയുടെ കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട് പോയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് പോകാഞ്ഞത് എന്തുകൊണ്ടാണ്? അത് എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മോനെ. എന്നുവെച്ചാൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ അല്ല, അന്വേഷണത്തിലില്ല. ഞങ്ങൾ അടുത്ത് തന്നെ അവിടെ പന്തീരാങ്കാവിൽ ഒരു 6 വർഷം ജോലി ചെയ്ത ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാരനുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, ഇത് കാര്യം പറഞ്ഞു, ഞാൻ എല്ലാവരോടും അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വകുപ്പിൽ എല്ലാം അന്വേഷിച്ചിട്ട് ഇവനെ പറ്റി വേറൊരു അഭിപ്രായം ഒന്നും കിട്ടിയില്ലെന്നാ പറഞ്ഞത്. ശരി ശരി, പക്ഷെ ഇതൊന്നും രാഹുലിന്റെ മർദ്ദനവും രാഹുൽ ഇങ്ങനെ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നതിനൊരു ന്യായീകരണമേ അല്ല ഇതൊന്നും. ഒരു ചോദ്യം കൂടി, അതിനുശേഷം അമ്മയ്ക്ക് ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങാം. ഒറ്റ ചോദ്യം കൂടി, ഈ രാഹുലിലേക്ക് മാത്രമായി അന്വേഷണം പോകണം, രാഹുൽ മാത്രമാണ് ഇതിൽ തെറ്റുകാരൻ എന്നാണോ നിലപാട്? അതോ രാഹുലിന്റെ അമ്മ, ആ കുടുംബത്തിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുണ്ടോ? ഇനിയിപ്പോൾ മൊഴി കൊടുക്കാൻ പോവുകയാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥരോട്, അവരോടടക്കം അങ്ങനെ ഒരു ആവശ്യം പറയുമോ? അതെന്ന് പറഞ്ഞാൽ രാഹുലിന്റെ അമ്മ രാഹുലിനെ പോലെ തന്നെ പ്രതിയാണ്. പിന്നെ രാഹുലിന്റെ പെങ്ങളെന്ന് പറയുന്നത് അമ്മ എന്ത് പറയുന്നുവോ അതിന് സപ്പോർട്ട് നിൽക്കും. പിന്നെ ഇവിടെ ഒരു രാജേഷ് പറഞ്ഞിട്ടുണ്ട്, അവനാണ് ഏറ്റവും വലിയ വില്ലൻ. അവൻ ആരുമല്ല, രാഹുലിന്റെ തിന്ന് കുടിച്ചവൻ കിടക്കുകയാണ്. പക്ഷെ അവനാണ് എല്ലാം. അവൻ ഞങ്ങളോട് സ്റ്റേഷനിൽ പറഞ്ഞത് എന്താണ്, ഞങ്ങൾ മോൾക്കെതിരെ അവിഹിത ബന്ധത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ കൊണ്ട് കൊടുക്കടാ, 7 ദിവസം നീ തെളിയിക്കാൻ പറഞ്ഞു. ഞാൻ രാജേഷ്. ഇവരെല്ലാവരും ഇതിൽ പങ്കാളികളാണെന്നാണ് അമ്മയുടെ ബോധ്യം. ആണ് എന്ന് വെച്ചാല് മോളെ അടിച്ചിട്ടപ്പോ തന്നെയില്ലേ, ഇവൻ അടുത്ത മുറി കിടപ്പുണ്ടല്ലോ, ഇവരുടെ ബെഡ്റൂമിന്റെ അടുത്ത മുറിയിൽ ഈ രാജേഷ് കിടക്കുന്നുണ്ട്. അതെന്തിനാ അവൻ അവിടെ വിളിച്ച് കിടത്തിയേക്കുന്നത്? അത്രയും ദിവസം കിടത്തിക്കോ. ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടിയായിട്ട് വന്നേക്കാണ്. അതിന്റെ അപ്പുറത്തെ മുറിയിൽ തന്നെ ഈ രാജേഷ് എന്ന് പറഞ്ഞവൻ കിടക്കുകയാണ്. ഈ അടിച്ച് എൻ്റെ മോളുടെ ബോധം പോയപ്പോൾ വേഗം എടാ രാജേഷ് എന്ന് വിളിച്ചു. അത് ബോധം പോയി കിടക്കണമെങ്കിലും അവൾക്ക് ആ സ്വരം വ്യക്തമായി കേൾക്കായിരുന്നു. വിളിച്ച് ഇവർ രണ്ടുപേരും കൂടി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എന്തായാലും ഇവരെ പറ്റിയൊക്കെ പോലീസിന് മൊഴി കൊടുക്കുമല്ലോ അല്ലേ? കൊടുക്കും. ശരി, അപ്പോൾ പുതിയ അന്വേഷണം നിങ്ങൾക്ക് നീതി നൽകുന്ന രൂപത്തിലാകട്ടെ. ഒരു കാര്യം അങ്ങയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്, ഈ മകളുടെ ശക്തി എന്ന് പറയുന്നത് താങ്കളാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ പോരാട്ടം തുടരട്ടെ. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഞാൻ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളിലേക്ക്.